നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. ഉച്ചയോടടുത്ത നേരം ഉച്ചയുറക്കം കഴിഞ്ഞ് കുരുന്നുകൾ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയം. മുറ്റത്ത് പത്തി വിടർത്തി കരിമൂർക്കൻ. ഭയപ്പാടോടെ കുരുന്നുകൾ നിലവിളിച്ച് ടീച്ചറെ വിളിച്ചു. ടീച്ചറെ മലപ്പുറം ഓടിയെത്തിയപ്പോഴേക്കും കരിമൂർക്കൻ സമീപത്തെ വാട്ടർ ടാങ്കിനായി കരിങ്കല്ലിൽ പണിത ഫില്ലറിൽ ഒളിച്ചു. മുറ്റത്ത് തന്നെയാണ് ടാങ്കിനായി കെട്ടിയ ഫില്ലറും നിൽക്കുന്നത്. തെല്ല് ഭയപ്പാടോടെ കുരുന്നുകളെ മുറ്റത്തേക്കിറക്കി. വെട്ടം പഞ്ചായത്തിലെ ഇല്ലത്തപ്പടി 103 നമ്പർ അങ്കണവാടിയിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. ഗേറ്റിൻ്റെ പുറത്തു കൂടെ പോണതാണ് കണ്ടത്. മക്കൾ കണ്ടിട്ട് എന്നോട് വന്നിട്ട് പറയാണ്, ടീച്ചറെ ഒരു പാമ്പ് ഇതാ പോണെന്ന്. അപ്പം ഞാനാണ്ട് ഉള്ളിലേക്ക് കയറണ്ടാച്ചിട്ട് ഗ്രിൽസ് പിടിച്ചിങ്ങനെ ആണ്ട് കുലുക്കി ഇങ്ങോട്ട് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കണ്ട അത് പത്തി വിടർത്തിങ്ങാണ്ട് ഇങ്ങോട്ട് നിൽക്കണേ. അങ്ങനെ അത് ആ പറമ്പിലേക്ക് പോയിട്ടുണ്ടാവും. ഒരു കുട്ടിയുടെ ഉമ്മ വന്നിട്ട് വിളിക്കാൻ. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അതാണ്ട് പോയിട്ടുണ്ടാവും ടീച്ചറേന്ന്. ആ ടാങ്കിൻ്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ തലയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു 2-3 മാസം മുന്നേ എൻ്റെ ഹെൽപ്പർ അടിച്ചു വരാൻ നോക്കുമ്പോൾ ചൂലെടുത്തപ്പോൾ അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ എവിടേക്കാ പോയി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവള് പറഞ്ഞു പത്തിയൊക്കെ ഉണ്ട് ടീച്ചറെ അത്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങോട്ടേ പോയി? അത് പറമ്പിലേക്ക് പോയിരിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ താവളം അതിൻ്റെ ഉള്ളിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിപ്പോൾ അവിടെ അതിനെ കണ്ട കാരണമാണ്. അപ്പോൾ അത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടേ പോയി? മതിലുമ്മ കൂടെ കയറി പോണത് കണ്ടോന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം അതിൻ്റെ താവളം എന്നുള്ളത് ഇന്നാണ് ഇപ്പം മനസ്സിലായത്. എഴജന്തുക്കൾ പോവലുണ്ട്, ഇതിൽ കൂടിയൊക്കെ പോവലുണ്ട്. പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. എന്നാലും ഇപ്പം ഇന്നത് കണ്ടത് വലിയൊരു ഭാഗ്യമായി. വെട്ടം പഞ്ചായത്തിലെ ഇല്ലത്തപ്പടി 103 നമ്പർ അങ്കണവാടിയിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. അങ്കണവാടി ടീച്ചർ VP അജിത അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി അംഗമായ പ്രദേശവാസിയെ വിളിച്ചു വിവരം പറഞ്ഞു. ടീച്ചർ ഫോണിൽ സംസാരിച്ച് കഴിയുമ്പോഴേക്കും കരിമൂർക്കൻ ഫില്ലറിന് പുറത്തേക്ക് ഇഴഞ്ഞ് വീണ്ടും വന്നു. അപ്പോഴേക്കും പ്രദേശവാസികളുമെത്തി. കരിമൂർക്കൻ വീണ്ടും ഫില്ലറിനകത്തേക്ക് കടന്നു. പാമ്പ് പിടുത്തക്കാരൻ ഷംസു പറവണ്ണയുമെത്തി. ടീച്ചർ വിളിക്കുന്നത് അങ്ങനെ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്, അതിനൊന്ന് പിടിച്ച് ഒഴിവാക്കണം. പിള്ളേരുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞാൽ വരാം, കാരണം ചെറിയ പിള്ളേരല്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ ഫുള്ള് കല്ലാണ്. ആ കല്ല് ഞാൻ കുറേ 3 മണിക്ക് പൊളിച്ചു കൊടുത്തിയാണ് സമയം വരെ പൊളിച്ചു. പിന്നെ സ്ലാബാണ്. ആ സ്ലാബ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. JCB പൊക്കിയിട്ട് അത് ഒഴിവാക്കി തരാണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ പിടിക്കാം. പിടിച്ച് നമ്മളെ കുട്ടികളെ സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത്.
കരിമൂർഖനെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫില്ലർ പൊളിക്കാതെ നടക്കില്ലെന്നായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി, വാർഡ് മെമ്പർ എ.പി. സുനന്ദ, ടീച്ചർ പുഷ്പ കിഷോർ വെട്ടം, ധർമ്മൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടർ പ്രവൃത്തിക്കായി കൂടിയാലോചന നടത്തി. ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സന്ധ്യയായപ്പോഴേക്കും JCB എത്തി. അരമണിക്കൂറിനകം മുൻഭാഗം മതിലും ഫില്ലറും JCB ഉപയോഗിച്ച് തകർത്തു. കരിങ്കല്ലുകളിൽ കുടുങ്ങിയ കരിമൂർഖനെ പറവണ്ണ ഷംസു സാഹസികമായി പുറത്തേക്ക് വലിച്ചെടുത്തു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കരിമൂർഖനെ ചാക്കിലാക്കി. മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ കരിമൂർഖനെ പിടികൂടിയതോടെ നാട്ടുകാർക്കും ഏറെ ആശ്വാസമായി. നേരത്തെ പലതവണ സമീപ പ്രദേശങ്ങളിൽ നിരവധി തവണ കരിമൂർഖനെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. സമീപത്തെ കാവ് വെട്ടിയൊഴിവാക്കിയതാണ് പൊതുവഴികളിലും ഇഴജന്തുക്കൾ ഇരതേടിയിറങ്ങാൻ കാരണമെന്നും പറയുന്നു. അങ്കണവാടിയിൽ 12 കുരുന്നുകളാണ് പഠിക്കുന്നത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ വികേന്ദ്രീകാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ ചെലവിട്ടാണ് അങ്കണവാടി നിർമ്മിച്ചത്. തുടർന്നാണ് ജലനിധി പൈപ്പ് ലൈൻ പദ്ധതിക്കായി വാട്ടർ സ്ഥാപിക്കുന്നതിനായി അങ്കണവാടിയുടെ മുറ്റത്ത് ഫില്ലർ സ്ഥാപിച്ചത്. പാമ്പ് കൊടുത്തക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ വേഗം പറഞ്ഞയച്ചു. ശരിക്കും എനിക്ക് നന്ദി പറയാനുള്ള എന്താ പറയുക അവരോടാണ്. കാരണം എന്താ പറയുക,